അപ്പൊ നാളത്തെ പ്ലാൻ എന്താ? നാളത്തെ പ്ലാന് എറണാകുളം തന്താവരിലും നമ്മൾ എറണാകുളം വരെ പോകും. ട്രെയിനിൽ അമ്മ ഒരു തിരക്കാന്ന് കേട്ട്. അപ്പൊ ഏതായാലും അല്ല മാസ്റ്റർ ബ്രെയിൻ ചെറുക്കന് എറണാകുളം തലേക്ക് വെക്കേന്ന് എറണാകുളം കാണണം മറ്റേ ഫോർട്ട് കൊച്ചി ജുവൽ സ്ട്രീറ്റ് ഒക്കെ നമുക്ക് കാണണം എന്നുള്ള കുറച്ചായി അവൻ പൂതി അറച്ചിലോട് കിട്ടിയ ഓന്റെ പൂതി നാളെ എവിടെ വെയില് കഴിഞ്ഞ് വരോ നെറുന്തലയില് ഏതായാലേ നാളെ കാണാം. നാളെ പലരുടെയും ചന്തി കല്ലാവും. അപ്പൊ ഗൈസ് നാളെ കാണാം. കൊച്ചി എന്താണ് പ്ലാന് പറയാ? ഇന്നലെ രാത്രി മെനക്കെട്ട് പ്ലാൻ ഉണ്ടാക്കിട്ട് ഇപ്പൊ നേരെ എത്ര 5 മണിയായില്ലേ? 6 മണിയായി. നമ്മള് 7 മണിക്കല്ലേ തീർന്ന് ട്രെയിൻ. ഇപ്പൊ നമ്മളിവിടെ ചാടിക്കാൻ കയറിയാണ് കോട്ടക്കലെ കാരൻസ് കേട്ടോ. ഇപ്പോ അങ്ങനൊക്കെ കൂട്ടി കാണാൻ പോകുന്നത് പരിപാടിക്ക്. എന്താ പണ്ടോ ഇപ്പൊ തന്നെ വെയിലൊടിക്കും 6 മണിക്കാണ്. കാത്തിരിപ്പിന് വിരാമിട്ട് ഒരു ഒന്നുകൂടി വേണേ. ഇത് വിത്തൗട്ടല്ലേ എടുക്കടാ എന്നാ അടി ഇതുണ്ടോ എന്നാ ചെയ്യത് വലിയ പരിപാടിയാ. എറണാകുളം അടി കിട്ടി സാധനം അടി കാണാൻ. വെയിലുള്ളതല്ലേ പോണ്ട്. മണ്ടമൊക്കെ എന്താ ആലോചിക്ക 10 തലയായി ഇവന്. തനി രാവണൻ ഒറ്റക്ക് ടിക്കറ്റ് മിഷീനില് അതിന് ചാടുന്ന ഒരാ കാണുന്നു. നോക്കേ ഒന്ന് പൊളിച്ചു നോക്കേ. ഇരിക്കേ എനക്കെന്താണ്ട് എനിക്കൊന്നും വേണ്ട. എനിക്ക് വെജാക്കല്ലോ. അതിന്റെ ഷൂസൊക്കെ നോക്കി ചെയ്യും. 50 സാധനം എവിടെ കാണിച്ചു കൊടുത്താ? എൻ്റെ അടുത്ത് പൈസ ഉണ്ടേ. ഞായറാഴ്ച തിരക്ക് കുറയുന്ന പറഞ്ഞല്ലോ. ആരാ പറഞ്ഞേ? നമ്മള് കണക്കാക്കിയാണ്. നമ്മള് വെയില് തിരക്ക് കണ്ടു പോലെ നിങ്ങൾ നോക്കാക്കി. ഫസ്റ്റ് തന്നെ കയറിയിട്ട് എന്താ അവസ്ഥ? ഉണ്ടായില്ല മുടിഞ്ഞ തിരക്ക്. ഇന്ന് കാണട്ടോ. ഇന്നെങ്ങാനേ മണി പോണു. സീറ്റ് കിട്ടി. സീറ്റ് കിട്ടി. ഷൊർണൂരെത്തി സീറ്റ് കിട്ടി. എനർജി സേവ് ചെയ്ത് വെച്ചോ.
ട്രെൻഡിനൊപ്പം പോയതാണ്. ശിവന്ന് വലിച്ചെടുത്ത വലിച്ചെടുക്കുക. അങ്ങനെ ഞങ്ങള് എവിടെത്തി? നമ്മള് എറണാകുളം എത്തിയിട്ടുണ്ട്, സൗത്തിൽ എത്തിയിട്ടുണ്ട്. എറണാകുളം സൗത്ത് ആകണേ. നല്ല ഫുഡ് അടിക്കണം, നല്ല ഫുഡ്, നല്ല ഇഷ്ടമുണ്ടല്ലേ. രാവിലെ ഒരു മുട്ടിയും സമൂസമ്മലല്ലേ നിക്കണേ. ഇക്ക വൻ ചർച്ചയിലാണ്. നാളെ ഫുഡ് സ്പോട്ടൊക്കെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിനോ. കൊട്ട വെയില് പ്രതീക്ഷിച്ചു വന്ന് നമ്മക്ക് എന്തിട്ടി നമ്മക്ക് നല്ല മഴ ആക്കണ്. ഗൈസ് പ്ലാൻ മാറ്റി ഗൈസ്. എടപ്പള്ളിയിലൊരു മഴ പെയ്യാണ്. മട്ടാഞ്ചേരി പോയിട്ട് കാര്യമില്ല. ഓ പൂമേന്ന് പൂമ അപ്പനെ നമ്മള് അപ്പൊ ഇതിലെ കയറണ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? പൈസ കൊടുത്ത് കയറിയാണ് സീറ്റില്ല. മെട്രോ ട്രെയിനിൽ കയറിയ സീറ്റില്ല, ഇവിടെ കയറിയ സീറ്റില്ല. ചതി പ്ലാനിങ് ചതി. എനിക്ക് പിന്നെ സീറ്റ് എല്ലാം കിട്ടിയണല്ലേ? എല്ലാത്തിനും സീറ്റില്ല. നിന്ന് കാല് കടഞ്ഞിട്ടേ സൗണ്ടിൽ കേട്ടാ പറഞ്ഞതാ. ചാട്ടൊന്നും ഇല്ലാത്തോണ്ടാ നമുക്ക് സൗണ്ട് ആണ്. രംഗാർത്തെ സൗണ്ട് ഇട്ടാണ്. ഏതിനാ സൗണ്ട്? അതാടല്ലേ ജങ്കാറിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിൽ എവിടെ പോണേ? നിങ്ങൾ എക്സൈറ്റഡ് ആണല്ലോ. രാവിലെ 11:30 എത്തിക്കണോ? വെറുതെ നിസ്കരിക്കാനും വേണ്ടിട്ടൊക്കെ ലുലു പോയി നിസ്കരിച്ചിക്കണ്. അത് കഴിഞ്ഞിട്ട് എവിടെ പോയത്? അത് ഇത് അതുമല്ല എത്തിക്കണോ ബാക്കി പിന്നെ അത് പറ എങ്ങനുണ്ട്? റിവ്യൂ എടുക്കാൻ അവർ പോകട്ടോ. റിവ്യൂ എടുക്കാൻ അവർ പോകും. അവിടെ ആദ്യം കുറച്ച് കാറ്റുണ്ട്, അത് കൊള്ളാൻ പോകണം. റിവ്യൂ എടുത്താൽ പറയാൻ പറ്റില്ല. കണ്ണി കണ്ട കുട്ടികളെ ഇത്താവുന്നല്ല. അങ്ങോട്ട് എന്തൊക്കെ കാണാനുണ്ട്. ആ കുട്ടികളെ എങ്ങനെയുണ്ട് ഫോർട്ട് കൊച്ചി അതിർപ്പം? Turn left onto Rose Street. ആകെ പെയിന്റ് കടിച്ചാണ് ആ കോളാക്കി. അന്റെ വലിയ അതിർപ്പല്ലേനോ? അങ്ങോട്ട് പോണു.
എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഹോം സ്റ്റേ നമുക്കിപ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റും. അന്വേഷിച്ച് നോക്കിയാലോ. ബിഗ് ബിയിലെ നമുക്ക് താമസിക്കാലോ. നമുക്ക് ബിഗ് ബി കളിക്കും. ഹലോ കൂട്ടം തെറ്റി കാണണ്ടേ? തുറക്ക പെൺകുട്ടികളെ വേണ്ടല്ലേ? തുറന്ന കടയിലേക്ക് കയറിയില്ലേ? എന്താ ചെയ്യേ ഓരോ ഇതിൻ്റെ അടിയിലുണ്ട് വേണ്ടേ? ഈ മേടിച്ചു കൊണ്ടിരിക്കണം. പെങ്ങൾക്കുള്ള പെങ്ങോട്ടൊക്കെ ഇത് എത്ര? ഇതിന് വെറും 2500 രൂപ. കവർ കണ്ടാറ് 2500 പറയേ. ഇങ്ങനെ ചെറിയ പൈസ വെറും അതിനൊരു പൂജ കമ്മിയൊക്കെയാണ്. 250 ആണല്ലോ. എനിക്ക് തോന്നുന്നില്ല അത്ര എന്നെ കൊച്ചു ഞാനവിടെ ഏറ്റു വാങ്ങി. ആ വെപ്പ് ഞാൻ ഏറ്റു വാങ്ങി. ഫുഡ് കഴിക്കണേ. അപ്പൊ നമ്മളെവിടെ കയറിക്കണേ? ഷോപ്പിന്റെ വീടതാ. പക്ഷേ ഷോപ്പിന്റെ പേരെന്താ? മറീന റെസ്റ്റോറന്റ് അല്ലേ? നല്ല ഫുഡാന്ന് പറഞ്ഞിട്ടാണ് വന്നിക്കണത്. എന്താന്ന് അറിയില്ല. CV ഒക്കെ ഉണ്ട്. ഓന്റെ ഞാനല്ല മെയിൻ ഇജ്ജാണ്. അത് ഞാനെന്നെ സമ്മതിച്ചു. നമസ്കാരം. മങ്ങല ഡാം ഏതാ മീനേതാ ഓർഡർ ചെയ്യണേ? ഇനി ഇവിടെ ആർക്കും വരില്ല, ഓർഡർ എടുക്കാൻ വരില്ല ആരും. കോഴിക്കോടാണ് നല്ലത്. കോഴിക്കോട് പോകുമ്പോൾ നല്ല ബിരിയാണി ഉണ്ട്. കോഴിക്കോട് പോയിക്കോണെങ്കിൽ ഇപ്പോ ഏജാതി ആറ്റിറ്റ്യൂഡ് പകുതി കിളിയില്ലല്ലേ? അങ്ങനെ ഞങ്ങൾ റിനു സ്കൂൾ ബാറിലോട്ട് പോവാം. ഫോർട്ട് കൊച്ചിയിലുള്ള 360 ദിവസം ബട്ടർ ഷേക്ക് കിട്ടുന്ന സ്പോട്ടാണ്. എങ്ങനെയുണ്ട് മിസ്സവേ? അതിന് കുടിച്ചിട്ടില്ലല്ലോ. അതിന് മുന്നേ കൊള്ളാന്നോ? ആള് കൊള്ളാലോ. കുടിച്ചൂടെ? കണ്ട് റിവ്യൂ കിട്ടാൻ കാത്തിക്കാണ്. കപ്പനുണ്ട്. ഞാൻ ബാംഗ്ലൂരിലേക്ക് എത്ര പോകാം? അങ്ങനെ ഇറങ്ങി പോകുമ്പോണ്ടല്ലോ അതാണ് ഐസിട്ടോട്ട് തണുപ്പുണ്ട്. വേറെ എന്തെങ്കിലും ഒരിടത്ത് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മക്കളെ. റിനു സ്കൂൾ ബാറിന്ന് പിന്നെ ഞങ്ങൾ ജ്യൂസ് സ്ട്രീറ്റ് വന്നത്. ഇവിടെ പിന്നെ കുറേ ആൻറ്റിക് കളക്ഷൻസും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്, കാര്യമായിട്ടുള്ളത്. മെയിനായിട്ട് തന്നെ ആൻറ്റിക് കളക്ഷൻസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളും അങ്ങനെ വരലുണ്ട്. ഫോട്ടോഷൂട്ടിനും മെയിനായിട്ട് വരലുണ്ട്. പിന്നെ ആൻറ്റിക് സാധനങ്ങൾ, ഡ്രസ്സസ്, കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കുറേ ആൾക്കാർ വരില്ല. പിന്നെ ഇവിടെ ജൂതന്മാരെ ഒരു പള്ളിയുണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞ ജൂതന്മാരെ പള്ളി. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ആ പോണവർ നിൽക്കണതാ അവിടെയാണ്. 10 രൂപ ടിക്കറ്റും കൊടുത്തിട്ട് കയറേണ്ടത്. എന്താ അവിടെ കുതിരളി? ഹോഴ്സ് റൈഡ് കുതിരളി. ഇപ്പോ ജസ്റ്റ് സ്ട്രൈറ്റ് എനിക്ക് ഇഷ്ടമായോ? സെറ്റ് സബാന അത്രേ ഉള്ളൂ റിവ്യൂ. പറയ്. അപ്പൊ ജസ്റ്റ് സ്ട്രൈറ്റിന് നേരെ ഞങ്ങൾ എന്താ ചെയ്തു? എടുക്കാടാ ഫോർട്ട് കൊച്ചിന്ന് ജങ്കാർ വഴി എടുക്കാണ് വൈപ്പിൻക്ക് അല്ലേ? വൈപ്പിൻക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നമ്മളെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളേതായാലും ഇങ്ങോട്ട് ജീവനോടക്കനെ എത്തിക്കണല്ലേ? അജാതി തിരക്ക്. ഞായറാഴ്ച ആയോണ്ട് തോന്നണല്ലേ അതപ്പാനെ? ഓ ഏത് ട്രെയിനിന്റെ പേരേനു? ഏതിനോടാ ട്രെയിനിന്റെ പേരേതിനോടാ? തടി ബാക്കിയത് റബ്ബിന്റെ കാവലല്ലേ? ഇവന്റെ ഐഡിയ പോയി. ഞാൻ എപ്പോഴാണ് അടുത്ത ട്രിപ്പ്? എപ്പോഴാ? അടുത്ത ഞായറാഴ്ച. അപ്പൊ കാണാം.